ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കൊച്ചിയിലെത്തിയ അന്തർദേശീയ കണ്ടെയ്നർ കവർച്ചാ സംഘത്തിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന്. സംഘം തമിഴ്നാട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന കണ്ടെയ്നറുകളുടെ ദൃശ്യമാണ് റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുന്നത്. പിടിയിലായ കവർച്ചാ സംഘത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ഇപ്പോൾ കാർ കടത്തിക്കൊണ്ടുവന്ന സംഘത്തിന്റെ ദൃശ്യങ്ങൾ, അതിൽ കാറിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നു. ആ ദൃശ്യത്തിൽ തന്നെ ഈ കണ്ടെയ്നറിനെയും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, ഈ കണ്ടെയ്നർ കവർച്ചാ സംഘം ഊട്ടിയിൽ നിന്ന് കാർ കടത്തിക്കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് നൽകുകയാണ്. ഇവിടെ നമ്മൾ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത കണ്ടെയ്നറും കൂടി ആ വീഡിയോയിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ടോളിൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണ്. ടോളിൽ ഇപ്പോൾ കടന്നു പോകുന്നതിൽ കവർച്ചാ സംഘം കൊണ്ടുവന്ന കണ്ടെയ്നർ ട്രക്കുമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അർജുൻ, ഇതൊരു വലിയ സംഘമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾക്ക് ഇന്നലെ ആദ്യം സംശയമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് ഒരാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതോടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി ദുരൂഹമായി. അതിനിടയിൽ പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഒരു വലിയ ഭീകര മോഷണ സംഘത്തെയാണോ നമ്മളിപ്പോൾ വലയിലാക്കിയിരിക്കുന്നത്? അർജുൻ മട്ടന്നൂർ, ഗുഡ് മോർണിംഗ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഈ മോഷണ സംഘം നിരവധി മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന സൂചനയാണ് പോലീസിന് ലഭിക്കുന്നത്. ഇതിൻ്റെ ചില നിർണായകമായ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും ഇവർ കണ്ടെയ്നർ ലോറിയിൽ കാറ് കടത്തിക്കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ സംഭവം അറിഞ്ഞതിന് പിന്നാലെ തമിഴ്നാട്ടിൽ നിന്നും 3 അംഗ തമിഴ്നാട് പോലീസ് സംഘം പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. കൃഷ്ണഗിരി മേഖലയിൽ നിന്നാണ് ഇവർ ഈ കാറ് കണ്ടെയ്നർ ലോറിയിൽ കടത്തിക്കൊണ്ടുവന്നത്. അവിടെ നിന്ന് പിന്നീട് പക്ഷേ അവർക്കത് ആ കാർ ഉപേക്ഷിക്കേണ്ടി വരുന്നു. പക്ഷേ അതേ കണ്ടെയ്നർ ലോറിയുമായി അവർ കേരളത്തിലേക്ക് വരുന്നു. ഇവിടെ ലോഡ് ഇറക്കിയ ശേഷം ദിവസങ്ങളോളം ഇവിടെ തമ്പടിക്കുക, അതിനുശേഷം കൃത്യമായി ലക്ഷ്യമിട്ട് ഇവിടെ നിന്ന് കാറുകൾ മോഷ്ടിച്ച് ആ കണ്ടെയ്നർ ലോറിയിൽ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോവുക എന്നതായിരുന്നു ഇവർ ലക്ഷ്യമിട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഇപ്പോൾ നിലവിൽ ഈ തമിഴ്നാട്, കേരളം തുടങ്ങിയ ഈ 2 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ വലിയൊരു മോഷണ പരമ്പര തന്നെ നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഘം എത്തിയത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. മാത്രവുമല്ല, ഇത്തരത്തിൽ ഈ കൊച്ചിയിൽ എത്തിയ ശേഷം ഇവർ കൊച്ചി മേഖലയിൽ എവിടെ നിന്നാണ് ഇത്തരത്തിൽ കാറുകൾ കടത്താൻ കഴിയുക, മോഷ്ടിക്കാൻ കഴിയുക എന്ന കാര്യം അന്വേഷിച്ചു വരികയായിരുന്നു, പരിശോധിച്ചു വരികയായിരുന്നു. രാജസ്ഥാൻ, ഹരിയാന സ്വദേശികളാണ് ഇപ്പോൾ പിടിയിലായത്. ഇവർക്ക് ഈ നാട്ടിലും രാജസ്ഥാൻ, ഹരിയാന മേഖലകളിലും ഇവർക്കെതിരെ നിരവധി കേസുകളുണ്ട് എന്ന് തന്നെയാണ് വിവരം. ഇത് സംബന്ധിച്ച ഹരിയാന, അതോടൊപ്പം തന്നെ രാജസ്ഥാൻ പോലീസുമായി കേരള പോലീസ് കാണിക്കുന്നതിൽ ഒരു കാർ കാണിക്കുന്നുണ്ട്. ഇത് തട്ടിക്കൊണ്ടുവന്ന ഒരു കാറ്. അത് കൂടാതെ ഈ കണ്ടെയ്നർ ലോറിയും നമുക്ക്, ആ ട്രക്കും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് നമ്മൾ പിടിച്ചിട്ട പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന വലിയ കണ്ടെയ്നർ ട്രക്കാണ്. ആ കണ്ടെയ്നർ ട്രക്ക് ഇന്നലെ ഈ പറയുന്ന ഊട്ടിയിൽ നിന്ന് കാർ കടത്തുന്ന സംഘാംഗങ്ങൾക്കിടയിൽ അതിൻ്റെ ദൃശ്യങ്ങളിൽ കൂടി അത് പതിഞ്ഞിട്ടുണ്ട്. കാറിൻ്റെയും ഒപ്പം തന്നെ കാറിന് തൊട്ടു പിന്നിലായിട്ട് ഈ കണ്ടെയ്നർ ട്രക്കിൻ്റെയും ദൃശ്യങ്ങളുണ്ട്. ഇതാണ് ആ ദൃശ്യം. ഈ കണ്ടെയ്നർ ട്രക്കാണ് നമ്മളിപ്പോൾ പിടിച്ചിട്ടിരിക്കുന്നത്. അത് ഊട്ടിയിൽ നിന്ന് വന്നതാണ്. ആ ട്രക്ക് തന്നെ മോഷ്ടിച്ചതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വലിയൊരു സംഘത്തെയാണ്, ഒരു വലിയ നീക്കത്തെയാണ് കേരള പോലീസ് ഇപ്പോൾ പൊളിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ അർജുൻ മട്ടന്നൂർ? ഇതിന് പിന്നിൽ കൂടുതൽ ആളുകളുണ്ട് എന്നൊരു സംശയം പോലീസിനുണ്ടോ ഇപ്പോൾ? തീർച്ചയായും അരുങ്കുമാർ, ഇതൊരു ഹരിയാനയിലെ മേവാത് ഗ്യാങ്ങിന് സമാനമായ ഒരു സംഘം എന്ന് തന്നെയാണ് കേരള പോലീസ് തന്നെ വിശേഷിപ്പിക്കുന്നത്. ഈ തമിഴ്നാട്ടിൽ നിന്നും ഇവർ ഈ കണ്ടെയ്നർ ലോറിയുമായി കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന ചില സൂചനകൾ തമിഴ്നാട് പോലീസ് കേരളത്തിന് നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യാപകമായ തരത്തിലുള്ള പരിശോധനകൾ നടന്നത്. അത്തരത്തിലാണ് ഇന്നലെ കൊച്ചിയിൽ ഒരു സ്ഥലത്ത് ഈ കണ്ടെയ്നർ ലോറി ഉണ്ട് എന്ന് കണ്ടെത്തുകയും പിന്നീട് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇത്തരത്തിൽ ഈ സംഘത്തിൽപ്പെട്ട വിവിധ ആളുകൾ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കണ്ടെയ്നർ ലോറിയും മോഷ്ടിച്ചതാണ്. അതോടൊപ്പം തന്നെ ഈ കണ്ടെയ്നർ ലോറി ഉപയോഗിക്കുന്നത് ഒരു മേഖലയിൽ പോവുക, അവിടെ തമ്പടിക്കുക, അവിടെ നിന്ന് ഒരു കാറ് മോഷ്ടിക്കുക, പോലീസിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ തന്നെ കണ്ണുവെട്ടിച്ചുകൊണ്ട് ഈ കാറ് CCTV ക്യാമറകൾ ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ഈ കണ്ടെയ്നർ ലോറിയിലേക്ക് കയറ്റുക, അത്തരത്തിൽ അവിടെ നിന്ന് കണ്ടെയ്നർ ലോറിയുമായി ഈ കാറ് മോഷ്ടിച്ചു കൊണ്ടുപോകുക എന്നതായിരുന്നു ലക്ഷ്യം. സ്വാഭാവികമായും ഈ CCTV ദൃശ്യങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്വാഭാവികമായും ഈ കാറ് കണ്ടെത്താൻ കഴിയില്ല. അത് തന്നെയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട തന്ത്രം. പക്ഷേ അതാണ് ഇന്നലെ കേരള പോലീസ് പൊളിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു അർജുൻ മട്ടന്നൂർ. എന്തായാലും ഉഷാറാണ്. കേരള പോലീസ് ഒരു വലിയ നീക്കമാണ് പൊളിച്ചിരിക്കുന്നത്. ഇതേപോലെയുള്ള കണ്ടെയ്നറുകളിലാണ് നേരത്തെ ഒരു ATM
പൊളിച്ചിട്ട് പൈസയും ആയിട്ടൊരു കാറുമായിട്ട് കടന്നു കളയാൻ ശ്രമിച്ചത്. പിന്നീട് തമിഴ്നാട്ടിൽ വെച്ചാണ് നമുക്ക് അവരെ പിടികൂടാൻ സാധിച്ചത്. ഇപ്പോൾ ഈ നീക്കം തുടക്കത്തിൽ തന്നെ തടഞ്ഞിരിക്കുകയാണ് കേരള പോലീസ്.